ടീച്ചിങ്, പ്രീച്ചിങ്, ഹീലിംഗ്, ഡെലിവറൻസ്. കർത്താവിൻ്റെ ശുശ്രൂഷ ഇതായിരുന്നു. അതു തന്നെയാണ് ഇപ്പോഴും നടക്കേണ്ടത്. അത് നടക്കുന്നില്ലെങ്കിൽ എന്തോ കുറവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഇത് നാലും നടക്കണം. പ്രീച്ചിങ് നടക്കണം, ടീച്ചിങ് നടക്കണം, ഡെലിവറൻസും ഹീലിങ്ങും എല്ലാം നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ദൈവരാജ്യം ശക്തിയോടെ അവരെ ഇടയിലേക്ക് വരിക, ശക്തിയോടെ വെളിപ്പെടുത്തൽ. മർക്കോസ് 9:1. ദൈവരാജ്യം ശക്തിയോടെ കടന്നു വരുന്നത് വരെ മരിക്കില്ലാത്ത ചിലർ ഇവിടെയുണ്ട്. ദൈവരാജ്യം ശക്തിയോടെ കടന്നു വരിക. ദൈവശക്തിയോടെയാണ് ദൈവരാജ്യത്തിൻ്റെ കടന്നു വരവ്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ 4-ാം വചനം. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ വീര്യപ്രവൃത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകി. അപ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, വലിയ പ്രവൃത്തികളാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 30-31 വചനങ്ങൾ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനും അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. ബാക്കി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പെന്തക്കോസ്തായിൽ അഗ്നിയാൽ അവർ സ്നാനമേറ്റു. അതൊരു ആദ്യത്തെ അഭിഷേക. ഇത് അപ്പോസ്തലന്മാർ ഇവരെല്ലാം ഒന്നിച്ചത് വീണ്ടും പ്രാർത്ഥിക്കുക. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രവർത്തിച്ച 2-ാം തവണയും ആത്മാവിറങ്ങി. അവരിരുന്ന സ്ഥലം കുറുങ്ങി. അവരെല്ലാവരും ആത്മാവിനെ നിറഞ്ഞു. അത് അഭിഷേകത്തിൻ്റെ അടുത്ത റേഞ്ചാണ്. ഹല്ലേലൂയ. അടുത്ത ഒരു തലത്തിലേക്ക് അപ്പോസ്തലന്മാർ അഭിഷേകം ചെയ്യപ്പെട്ടു. അവർ അസാധാരണമായ ദൈവശക്തിയുടെ മനുഷ്യരായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. അവൾ ആത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തലും രണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ദൈവശക്തിയുടെ ശുശ്രൂഷയായിരുന്നു. രോഗശാന്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ, അങ്ങനെയായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ. ശരിക്കും ആ ശുശ്രൂഷ തന്നെയാണ് ഈ കാലഘട്ടത്തിലും ലോകമെമ്പാടും നടക്കേണ്ടത്. ആ ശുശ്രൂഷയിലാണ് ജനം വിശ്വസിക്കുന്നത്, ജനം മാനസാന്തരപ്പെടുന്നത്, ജനം കർത്താവിലേക്ക് വരുന്നത്. നമ്മൾ നേരത്തെ കേട്ട ഒരു വചനത്തിലേക്ക് തന്നെ വരികയാണ്. ലൂക്ക 4:1. അവൻ ജോർദാനിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. എന്നെ ശ്രദ്ധിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. 14-ാം വചനം. അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പോയി. നിറവ്, ശക്തി വെളിപ്പെടുന്നു. നിങ്ങൾക്ക് അത് വളരെ വ്യക്തമാക്കി ഞാൻ തരാം. നിറവുള്ള വ്യക്തികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ശക്തി വെളിപ്പെടുന്ന വ്യക്തികൾ ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. ശക്തി വെളിപ്പെടുന്ന ആ ശുശ്രൂഷ അത് ഹല്ലേലൂയ. അതായത് ഈ നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസിൻ്റെ കാലത്തൊക്കെ ആണെങ്കിൽ വീടുകളിൽ ക്രിസ്മസിൻ്റെ അന്ന് അല്ലേ ആഘോഷമാണ്. 24-ാം തീയതി വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പടക്കമൊക്കെ മേടിക്കല്ലേ? പടക്കം മേടിക്കും. പപ്പായോട് പറയും, പപ്പ പടക്കം വേണം. പടക്കം മേടിക്കും. കമ്പിത്തിരി, പൂത്തിരി, കൊടച്ചക്രം, എന്തൊക്കെയാ, റോക്കറ്റ് എല്ലാം മേടിപ്പിക്കല്ലേ? ഇല്ലേ? ഇല്ലേ? കണ്ടോ, പിള്ളേരൊക്കെ അത് പറഞ്ഞിട്ട് തന്നെ സന്തോഷമായി. അങ്ങനെ എല്ലാം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. ഉണ്ണീശയൊക്കെ വെച്ചു, പടക്കമൊക്കെ പൊട്ടിച്ചു, കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. ഒരു 5-8 പിള്ളേരുണ്ട്. രസമാണ്. എല്ലാം കൂടെ കമ്പിത്തിരി കത്തിച്ച് മുറ്റത്ത് കിടന്ന് ബഹളം വെക്കുന്നതും ഒക്കെ ഒന്ന് മനസ്സിൽ കണ്ട് ആ സന്തോഷമൊക്കെ അനുഭവിച്ചിട്ട് ചിലെങ്കിലും കാണും. 5-6 പിള്ളേരൊക്കെ ഉള്ള വീട്ടിലുള്ളവരുടെ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് എന്താ അനുഭവമാണ് അല്ലേ? അതൊരു വലിയൊരു സന്തോഷമാണ്. കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചക്രവും കത്തിച്ച് കമ്പിത്തിരിയും കത്തിച്ച് ഭയങ്കര ബഹളമായിരിക്കും മുറ്റത്ത് കിടന്ന്. ശരിയല്ലേ? അല്ലേ? അതെ. അത് കഴിഞ്ഞു. ഇനി റോക്കറ്റ് ഉണ്ട്.
റോക്കറ്റ് 2 വയസ്സുള്ള കൊച്ചിനെ പൊട്ടിക്കാൻ കൊടുക്കുമോ? വിവരമുള്ളൊരു അപ്പനും അമ്മയും കൊടുക്കത്തില്ല, ഒരപ്പനും കൊടുക്കില്ല. മോനെ ഇന്നാൾ പൊട്ടിച്ചോടാ, ഗുണ്ട് കൊച്ചിനെ പൊട്ടിക്കാനായിട്ട് കൊടുക്കത്തില്ല, ഒരു കാരണവശാലും കൊടുക്കില്ല. അപ്പോൾ ഈ പിള്ളേർ പറയാം, പപ്പ റോക്കറ്റ് ഒന്ന് ആകാശത്ത് പോയി പൊട്ടുന്നത് ഞങ്ങൾക്ക് കാണണം, റോക്കറ്റ് വിടണമെന്ന് പറയും. എല്ലാം കഴിഞ്ഞ് പടക്കം പൊട്ടില്ല കഴിഞ്ഞ് ലാസ്റ്റ് റോക്കറ്റ് വിടാനായിട്ട് അപ്പൻ റോക്കറ്റ് എടുത്തിട്ട് ഈ റോക്കറ്റ് ചുമ്മാ ഇങ്ങനെ വിട്ടാൽ മതിയോ? പോവോ? പിന്നെന്ത് ചെയ്യണം? മിടുക്കൻ എന്ത് ചെയ്യണം? കണ്ടോ, തീ കൊടുക്കണം. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ഒരു ആത്മീയ അർത്ഥത്തിലേക്ക് വന്നേ. തീ കൊടുക്കണം. ആ തീ എന്താ? പരിശുദ്ധാത്മാവ്. തീ കൊടുക്കണം. യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു, അത് കത്തിപ്പടർന്നിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കാ 12:49. തീയിടാൻ വന്നിരിക്കുന്നു, അത് കത്തിപ്പടരണം. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും പഞ്ചേന്ദ്രിയങ്ങളും പരിശുദ്ധാത്മ തീ കത്തിപ്പടരണം. ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു, അത് കത്തിപ്പടർന്നിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ തീ എവിടെ കത്തിപ്പടരേണ്ടത്? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിലെ, ശരീരത്തിലെ, ആത്മാവിലെ, ഇന്ദ്രിയങ്ങളിലെ മൊത്തം ഈ തീ കത്തണം. ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിള്ളേരെ കളിപ്പിക്കാനായിട്ട് പപ്പ റോക്കറ്റ് എടുത്ത് തീ കൊടുക്കാൻ പോവാ. തീയില്ലാതെ പോവോ? തീ കത്തി റോക്കറ്റ് ആകാശത്ത് നിന്ന് ഇത് പൊട്ടി അതിൻ്റെ വർണ്ണ നിറങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് വീണു. കണ്ടോ? റോക്കറ്റ് കണ്ടോ? ഇനി ഈ റോക്കറ്റ് പായ്ക്കറ്റിനകത്തിരിക്കുമ്പോൾ അതിനകത്ത് വെടിമരുന്നുണ്ട്, ഈ വർണ്ണാഭമായ ഈ നിറം വരാനുള്ള എല്ലാം ഇതിനകത്തുണ്ട്. അത് നിറഞ്ഞിരിക്കുകയാണ്. ശക്തി വെളിപ്പെട്ടോ? ഇല്ല, ശക്തി വെളിപ്പെട്ടില്ല, പക്ഷെ നിറവുണ്ട്. ഞാൻ പറയുന്നത് പിടികിട്ടിയോ? നിറവുണ്ട്. ശക്തി വെളിപ്പെട്ടോ? ശക്തി വെളിപ്പെടണേ, തീ വരണം, പൊട്ടണം. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ പറ്റിയോ? ഹല്ലേലൂയ. അടുത്ത റോക്കറ്റ് എടുത്തു, ഒന്ന് വിട്ടു. പിള്ളേരെ അങ്ങോട്ട് മുറ്റത്ത് കിടന്ന് കൈകൊട്ടി തുള്ളിച്ചാടി മറിയുക പിള്ളേരെല്ലാം കൂടെ. ചുമ്മാ മനസ്സിൽ കാണുന്നേ. അടുത്ത റോക്കറ്റ് എടുത്തു, കത്തിച്ചു, ചീറ്റിപ്പോയി. ആ റോക്കറ്റ് ശരിയായില്ല, ചീറ്റിപ്പോയത്. അടുത്ത കത്തിക്കാണ് കേട്ടോ. ഹല്ലേലൂയ. ഈ പിള്ളേരെല്ലാം കൂടെ ആർത്ത് വിളിക്കുക, ശക്തി വെളിപ്പെട്ടു. ആ സൗന്ദര്യം എല്ലാം നമ്മൾ കാണുക. ശരിക്കും ഇത് തന്നെയാണ് ദൈവശക്തി വെളിപ്പെടുന്ന മനുഷ്യർ. അതാണ് അഭിഷേകമുള്ള വ്യക്തികൾ. ഇന്ന് പിന്നെ കാലമൊക്കെ മാറി. ഈ ചൈനീസ് പടക്കം അല്ലേ ഇങ്ങനെ പായ്ക്കറ്റിനകത്ത് 8, 10, 12, 25, 30 ഒക്കെ പടക്കുക. അതും കൊണ്ട് വെച്ചൊരു ഒരു സൈഡിൽ അങ്ങോട്ട് തീ കൊടുത്താൽ മതി. ഇങ്ങനെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കും. ക്രിസ്മസിനൊക്കെ ഒരു ആഘോഷമാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം ഇവിടെ ശക്തിയുടെ വെളിപ്പെടുത്തല. തീ കയറുന്നു, പോകുന്നു, പൊട്ടുന്നു, ശക്തി വെളിപ്പെടുന്നു. ഇത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയോ? സംഭവം കിട്ടിയോ? അത് നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ശക്തി നിറയണം. ഈ ശക്തി പുറത്തേക്ക് വരണം. ഈ ശക്തി തുറക്കപ്പെടണം. ഈ അഭിഷേകം, ഈ ദൈവശക്തി തുറക്കപ്പെടണം. യേശുവിൽ അതാ സംഭവിച്ചത്. അവനിൽ നിന്ന് ശക്തി തുറക്കപ്പെട്ടു. പിശാചിനോട് കൽപ്പിച്ചപ്പോൾ പിശാച് വിട്ടുപോയി. അത് പരിശുദ്ധാത്മ ശക്തിയുടെ വെളിപ്പെടുത്തല. എല്ലാം അവൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ദൈവശക്തിയുടെ ശുശ്രൂഷയായിരുന്നു. ഈ കാലഘട്ടത്തിലും ദൈവദാസന്മാരിലൂടെ ദൈവശക്തിയുടെ ശുശ്രൂഷയാണ് വെളിപ്പെടുത്തേണ്ടത്. ആ വെളിപ്പെടുത്തലില്ല, ആ ശുശ്രൂഷയിലാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു ദിവസം ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞിട്ട് അഭിഷേക പ്രാർത്ഥനയ്ക്ക് അബ്രാഹാം കടിക്കുടി അച്ഛനുണ്ട്. ഒരു ദിവസം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ഇവിടുന്ന് ധ്യാനം അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞിട്ട് കാരിത്താസ് ആശുപത്രി പോകണം. എൻ്റെ ഇടവയിൽ അവിടെ ഉള്ള ഒരാളുടെ കഴുത്തിന് ഇവിടെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക, മൊത്തം വിട്ട് കിടക്കുകയാണ്, മൊത്തം ഇങ്ങനെ തൂക്കി എന്നെ വെയിറ്റൊക്കെ ഇട്ട് കിടക്കുകയാണ്, നമുക്കൊന്ന് പോകണമെന്ന്. ഞാൻ അച്ഛൻ പോയേക്കാന്ന് പറഞ്ഞു. ഇവിടുത്തെ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ കൂടെ പോവാണ്. കാരിത്താസ് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ചേട്ടനെ ഇങ്ങനെ കിടത്തിരിക്കുകയാണ്. ഇങ്ങനെ വെയിറ്റും ഒക്കെ ഇട്ട് ഒരു പരുവത്തിന് ഇങ്ങനെ കിടക്കണം, കാലും പൊക്കി വെച്ച് ഇതെല്ലാം കൂടി ഇങ്ങിട്ട് ഇങ്ങനെ ഒരു വല്ലാത്ത പരുവത്തിൽ കിടക്കുക. ഒരു 10-15 വയസ്സുള്ള ചേട്ടനാ. ഞാൻ ചെന്നപ്പോൾ ഇത് കണ്ടു. പിറ്റേ ദിവസം ഓപ്പറേഷനാണ്. ഞാൻ ബന്ധുക്കളോട് ചോദിച്ചു, ഇതെല്ലാം അഴിച്ചു മാറ്റാൻ വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അവർ ചെന്ന് നേഴ്സസിന് എടുക്കുക. അവിടെ ചെന്ന് ഡോക്ടർ അനുവാദം മേടിച്ചു. അച്ഛനും ഉണ്ട്. അപ്പം അവരെല്ലാം കൂടെ വന്നിട്ട് മൊത്തം ഇതെല്ലാം അഴിച്ചു മാറ്റി. എല്ലാ സാധനങ്ങളും അഴിച്ചു മാറ്റി. കടന്ന് ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തി
ഞാൻ ആ കഴുത്തലൊന്ന് തട്ടി തലയ്ക്ക് വെച്ചിട്ട് ഒറ്റ പ്രാർത്ഥന, കഴുത്തിരിക്കാൻ പറഞ്ഞ് തിരിച്ചു കുനിഞ്ഞു നിവർന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ തന്നെ കർത്താവ് ഹീൽ ചെയ്തു. ഹല്ലേലൂയ. ആ നിമിഷം ആ മനുഷ്യനെ ഹീൽ ചെയ്തു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയി വിട്ട് വീട്ടിൽ പോന്നു. പിറ്റേ ദിവസം ഓപ്പറേഷൻ പറഞ്ഞ പിറ്റേ ദിവസം ആള് ഡിസ്ചാർജ് ആയിട്ട് പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈയിടെ ഒരു ദിവസം ഞാൻ കടിയുക്കിടി അച്ഛനെ കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ ഒരു പ്രേക്ഷിതനോടുണ്ട്, ബെന്നി എന്ന പേര്. അപ്പം അച്ഛനോട് ഇല്ല, അച്ഛൻ എറണാകുളം പോയിരിക്കുക. അവിടെ ചെന്നിറങ്ങി ഞാൻ പള്ളി കയറി പ്രാർത്ഥിച്ചു. ബെന്നി ഓടി വന്നിട്ട് ഞാൻ ബ്രദറെ ഞാനൊന്ന് ധ്യാനത്തിന് വരാൻ ഇരിക്കാതെ. ഞാൻ എന്തു പറ്റി? 4 മാസമായി എൻ്റെ ഈ വലത്തെ ഷോൾഡർ ഊരിപ്പോയിക്കൊണ്ടിരിക്കുക, ഒന്ന് ധ്യാനം വന്ന് കൂടി പ്രാർത്ഥിക്കാനിരിക്കുക. ഞാൻ പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അതിപ്പോൾ സൗഖ്യമല്ലേ. ഞാൻ ആ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിന് ഊരത്തില്ല, കറക്കിക്കൊള്ളാൻ പറഞ്ഞു. കറക്കി തിരിച്ചു. അന്നേരം തന്നെ കർത്താവ് ഹീൽ ചെയ്യുക, ഒരു പ്രശ്നമില്ല കൈക്ക്. ഹല്ലേലൂയ. ഇത് ദൈവശക്തിയുടെ പ്രവൃത്തിയാ, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. ഇതുപോലുള്ള ശുശ്രൂഷ എവിടെ ചെന്നാലും ഇതുപോലുള്ള ദൈവശക്തിയുടെ വെളിപ്പെടുത്തലും അസാധാരണ കാര്യങ്ങൾ നടക്കണം. ആത്മനിറവ് ഒരു തലം, ശക്തിയുടെ വെളിപ്പെടുത്തൽ അടുത്ത തലം. അപ്പോൾ ഈ തലമാണ് വെളിപ്പെടേണ്ടത്. ആത്മനിറവുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കാണും, പക്ഷേ ദൈവശക്തി തുറക്കപ്പെടുന്ന ശുശ്രൂഷയുള്ളവർ വളരെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടത് ദൈവശക്തിയുടെ ശുശ്രൂഷയാണ്. യേശു ചെയ്തത് അതാണ്. ഹല്ലേലൂയ. അവർ യാത്ര ചെയ്ത പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6 മണിക്കൂറായിരുന്നു. അവന് വിശന്നു. എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി. അവൻ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു. അതുകൊണ്ട് പത്രോസിന് വിശന്നു. പത്രോസ് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരെന്നെടുത്തു. ആക്ട്സ് ചാപ്റ്റർ 10 വേർഡ്സ് 10 and 11. ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും ഒരു ഇരിപ്പുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നു അവൻ കണ്ടു. മലയാള പരിഭാഷ ദിവ്യാനുഭൂതി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ ഫെൽ ഇൻ ടു ട്രാൻസ് എന്നാണ്. ആണോ മോനെ? ആണോ? നോക്കി, ട്രാൻസ് അല്ലേ? ഫെൽ ഇൻ ടു ട്രാൻസ്. ഓക്കെ. ഫെൽ ഇൻ ടു ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്, മറ്റൊരു അവസ്ഥയിലേക്ക്. ട്രാൻസ്, ഫെൽ ഇൻ ടു ട്രാൻസ്, വീണ് മറ്റൊരു അവസ്ഥയിലേക്ക് മാറി എന്നാണ് അവിടെ ഇംഗ്ലീഷ് ബൈബിളിലെ ട്രാൻസ്ലേഷൻ. അതിന് മലയാളം വന്നപ്പോൾ എന്താണ്? ഒരു ദിവ്യാനുഭൂതി ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി. ഇംഗ്ലീഷ് ബൈബിളിൽ ഫെൽ ഇൻ ടു ട്രാൻസ്, വീണ് ഒരു ട്രാൻസ്, മറ്റൊരു അവസ്ഥയിലേക്ക്, മൊത്തം വേറെ അവസ്ഥയിലേക്ക് മാറി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ പിടിപ്പിക്കാനായിട്ട് അധികാരപത്രമൊക്കെ മേടിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു ദിവ്യമായ പ്രകാശം കടന്നു വന്നു. 26 വായിക്കുന്നത്. അപ്പോസ്തലൻ 26 നിലംപതിച്ചു. പൗലോസും അനുചരന്മാരും നിലംപതിച്ചു ഒരവസ്ഥയിലേക്ക്. അവിടെയും ഇത് തന്നെ, ഫെൽ ഇൻ ടു ട്രാൻസ്, മറ്റൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇതേ അനുഭവം തന്നെ നിങ്ങൾക്കും ഉണ്ടാകും. ഹല്ലേലൂയ. ആര് പരിശുദ്ധാത്മാവിന് മനസ്സ് തുറന്നു കൊടുക്കുന്നു, ഇതേ അനുഭവം തന്നെ നിങ്ങൾ മറ്റൊരു അനുഭവത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റും. ഹല്ലേലൂയ. ഒരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. മറ്റൊരു ഇതിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉയർത്തും. അനോയിൻറ്റിങ്ങിലേക്ക് വീണ് കഴിഞ്ഞാൽ മറ്റൊരു അവസ്ഥയിലേക്ക്, നമ്മുടെ ഒരു അറിയത്തില്ല, വേറൊരു ഒരവസ്ഥയിലേക്ക് നമ്മൾ മൊത്തം മാറും. ഫിസിക്കൽ ഹീലിങ്, ഡെലിവറൻസ്, മെൻ്റൽ ഹീലിങ്, ഇന്നർ ഹീലിങ് എല്ലാം ആ ഒരു അനോയിൻറ്റിങ്ങിൽ കിടന്ന് ആ വ്യക്തി അനുഭവിക്കും. എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ന്യൂ ക്രിയേഷൻ, പുതിയ വ്യക്തിയായിരിക്കും. ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ് കേട്ടോ. ഇത് പത്രോസും പൗലോസും ഒക്കെ അനുഭവിച്ചായിട്ട് ഇംഗ്ലീഷ് ബൈബിളിൽ ഉണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ ഫെൽ ഇൻ ടു ട്രാൻസ്, വീണ് മറ്റൊരു അവസ്ഥയിലേക്ക്, അനുഭൂതിയിലേക്ക് ആയി. അതാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മൾ ആഗ്രഹിക്കണം, ഒരു ശക്തമായ ഒരു അനോയിൻറ്റിങ് എനിക്ക് വേണം, ശക്തമായ ഒരു ഡെലിവറൻസ് എനിക്ക് വേണം. എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന സകല തിന്മയുടെ അരൂപികളും എന്നെ വിട്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവശക്തി നമ്മളിലേക്ക് ഇറങ്ങട്ടെ, നമ്മൾ പുതിയ മനുഷ്യരായിട്ട് മാറട്ടെ. ദൈവശക്തിയാണ് നമ്മളെ പുതിയ വ്യക്തിയിലാക്കി മാറ്റുന്നത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.